അമ്മേ ഞങ്ങൾ ഇറങ്ങുന്നേ, ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം, ഞങ്ങളിലൊന്നിനെ തൊട്ടെന്നാൽ, അക്കൈ വെട്ടി അയ്യാറാട്ടിൽ വിളമാക്കും, അക്കൈ വെട്ടി അയ്യാറട്ടിൽ വിളമാക്കും. അറിയാമോ പറഞ്ഞതൊക്കെ ചെയ്തിട്ടുള്ള നാട് ഭരിക്കും പ്രസ്ഥാനം പറഞ്ഞതൊക്കെ ചെയ്തിട്ടുള്ള മറവിൽ
അർദ്ധരാത്രിയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് സഞ്ചരിച്ച് വരുമ്പോൾ കണ്ട കാഴ്ച BJP ബുക്ക് ചെയ്തിരുന്ന മതില് രാത്രിയിൽ CPM-കാർ വെള്ളയടിച്ചു മാറ്റുന്നതാണ്. ഒരു മണ്ഡലത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അത് ചോദ്യം ചെയ്തതാണ് CPM-നെ പ്രകോപിപ്പിച്ചതും ഒരു കാരണവും കൂടാതെ നമ്മുടെ പ്രിയ സുഹൃത്തിനെ കയ്യേറ്റം ചെയ്യുകയുണ്ടായത്. അതിക്രൂരമായി അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്ത CPM DYFI ഗുണ്ടകൾക്കെതിരെ നടത്തിയ ഈ പ്രതിഷേധ പ്രകടനം ഇതൊരു സൂചന മാത്രമാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി തീർച്ചയായും BJP-യുടെ കരങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന ഭയം. അത് മാത്രമല്ല, ഇന്ന് നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. 9-ാം തീയതി ഡിസംബർ 9-ന് ഇലക്ഷനിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. കേരളത്തിലൊട്ടാകെയുള്ള മാറ്റം മാറാത്തതിന് മാറുമെന്ന മുദ്രാവാക്യമായി മുന്നോട്ടിറങ്ങിയ BJP-യിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ അണിചേർന്നുകൊണ്ടിരിക്കുന്നത് CPM-നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. അതിന്റെ ആദ്യ നടപടി എന്ന നിലയിലാണ് നമ്മുടെ പ്രിയ സുഹൃത്തിനെ അവർ ആക്രമിച്ചിരിക്കുന്നത്. അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. BJP-യെ ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ BJP-ക്ക് ജയിക്കാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റിനെ ഒതുക്കുക എന്ന ലക്ഷ്യമാണ്. ഇത് തുടർന്നാൽ തീർച്ചയായും BJP-യുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധവും പ്രകടനങ്ങളും അതിനു വേണ്ട നിലയിലുള്ള കൈകാര്യം ചെയ്യാനുള്ള തീരുമാനവും പാർട്ടി സംസ്ഥാന തലത്തിൽ തീരുമാനിച്ചിട്ടുള്ള കാര്യം ഈ അവസരത്തിൽ ഞാൻ വ്യക്തമാക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് നമ്മുടെ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് പരവൂരിന്റെ എല്ലാ പ്രശ്നങ്ങളും നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുനിലേട്ടനെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, കഴിഞ്ഞ ദിവസം രാത്രി 9:30 മണിക്ക് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രദീപ് പരവൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് DYFI-യുടെ ഗുണ്ടകളും അതുപോലെ തന്നെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള രാഹുലും കേഡസ് ആനന്ദപിള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ മതിൽ പെയിന്റ് അടിക്കുന്ന കണ്ടുകൊണ്ട് പ്രദീപ് ആ വണ്ടി അവിടെ ചവിട്ടി നിർത്തിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതിന് ഈ ഉടയന്റെ കയ്യിൽ നിന്ന് ഞാൻ കൺസെന്റ് വാങ്ങിയിട്ടുണ്ട്, ഇത് BJP ബുക്ക് ചെയ്ത മതിലാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യന്മാർ പറഞ്ഞത് ഞങ്ങൾ സേതുവണ്ണം പറഞ്ഞിട്ടാണ് പെയിന്റ് അടിക്കുന്നത്, സേതുവണ്ണനെ വേണമെങ്കിൽ വിളിച്ചു തരാം എന്ന് പറഞ്ഞ് സേതുവണ്ണനെ വിളിച്ചു. ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറിന്റെ അറിവോടുകൂടിയുള്ള ഈ അക്രമത്തിന് 10 മടങ്ങ് ശക്തിയോടുകൂടി ആ വാർഡിലെ പ്രവർത്തകരും ആ വാർഡിലെ നാട്ടുകാരും വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുമെന്നും ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ സേതുവണ്ണന്റെ ഫോണുമായിട്ട് നേരെ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് മുന്നിൽ ചെന്ന സമയത്ത് മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു, സേതുവണ്ണന്റെ കൂടെ ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല, എനിക്ക് സേതുവണ്ണനോട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ സമയത്ത് അവരുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ചിന്നു പെട്ടെന്ന് പ്രകോപിതനായിട്ട് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് മുഖത്ത് ആഞ്ഞു വലിച്ചടിക്കുകയായിരുന്നു. ഈ അടിയുടെ ആഘാതത്തിൽ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് തറയിൽ വീണപ്പോൾ ഈ ഗുണ്ട മണ്ഡലം പ്രസിഡന്റ് കയ്യും കാലും അമർത്തി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയിലും നെഞ്ചത്തും മുതുകത്തും എല്ലാം തുരുതുര ഇടിക്കുകയായിരുന്നുണ്ട്. ഈ സമയത്തിന്റെ അദ്ദേഹത്തിന്റെ ബ്ലൂടൂത്ത് ഓണായി കിടന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള വിഷ്ണു വിളിച്ച സമയത്ത് പ്രദീപിന്റെ നിലവിളിയാണ് കേൾക്കുന്നത്. ഈ സമയത്ത് പ്രദീപിന്റെ അനുജനും നമ്മുടെ പ്രവർത്തകർ ഓടി വന്ന സമയത്ത് പ്രദീപ് അടികൊണ്ട് അവശനായി കിടക്കുന്ന രംഗമാണ് കാണുന്നത്. പിന്നെ ബാക്കി അവിടെ അനിഷ്ട സംഭവങ്ങളൊക്കെ പലതും അവിടെ നടന്നു. ഈ സമയത്ത് തന്നെ നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിലെ 50-ഓളം പ്രവർത്തകർ രാത്രി തന്നെ അവിടെ കൂടുകയും അതിനുശേഷം അവനെ പോലീസിൽ പിടിച്ചു കൊടുക്കുകയും ചെയ്തു. നമുക്കറിയാം, ഇതിന്റെയൊക്കെ സൂത്രധാരകൻ ഒരു വാർഡിൽ 15 പേരെ പോലും സംഘടിപ്പിക്കാൻ ശേഷിയില്ലാത്ത വായു നോക്കിയായിട്ടുള്ള ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഈ സേതുമാധവനാണ്. നമുക്കറിയാം, ആദ്യം ഒരു തവണ അവൻ ജയിച്ചു ആ പുറമണ്ട വാർഡിൽ. ആ ജയിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവനെതിരെ മത്സരിച്ച ഒരു ലേഡി കൌൺസിലർ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലൊരു കുടുംബ പ്രശ്നം ഉണ്ടായ സമയത്ത് അവന് ഭാര്യയും ഭർത്താവും അവിടെ ആ ബൂത്തിൽ നിന്ന് മാറിയ സമയത്ത് വായു നോക്കിയാളെ കൊണ്ടുവന്ന് കള്ള വോട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ നാറി എന്നവിടെ ജയിച്ചത്. അല്ലാതെ നേരെ ജയിച്ച ഒരു നേതാവല്ലത്. ഇന്നേതുവരെ ഒരു കൂലിപ്പണിക്കോ അല്ലെങ്കിൽ ഇന്നേതുവരെ ഷർട്ടുടഞ്ഞ് പണി ചെയ്യാത്ത നാട്ടുകാരെ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ ജീവിതം നടത്തി, രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി, രാഷ്ട്രീയ തൊഴിലാളിയായിട്ടുള്ള ഈ വ്യക്തി അവിടുത്തെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, ഇപ്പം അവർക്ക് എല്ലാ സ്ഥലത്തും നല്ല കപ്പാസിറ്റിയുള്ള നേതാക്കന്മാർക്ക് മത്സരിക്കാൻ വാർഡുകളില്ല. ജനറൽ ചെയർമാനാണ്, ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ സ്ഥലമില്ല. കുറുമണ്ട വാർഡിൽ മത്സരിച്ചാൽ ഇയാൾ 8 നിലയെ പൊട്ടും. അങ്ങനെ മത്സരിച്ച് ജയിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? സംഘർഷം ഉണ്ടാക്കി കുറുമണ്ടയുള്ള പ്രവർത്തകരെ സ്പ്ലിറ്റാക്കണം, വീടുകളിൽ കയറ്റണം. അതിനുവേണ്ടി മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരു വേലയാണെന്ന് നടന്നത്.
സൂചന മാത്രമാണ്. ഈ സംഘടനകളൊന്നും പേടിക്കുന്ന പ്രസ്ഥാനമല്ല. BJP ആയാലും രാഷ്ട്രീയ സ്വയംസേവക സംഘമായാലും കുറുമണ്ട ഭാഗത്ത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ശക്തിയുള്ളതുകൊണ്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നിരന്തരം നമ്മുടെ സംഘപ്രവർത്തകർ അവിടെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, സംഘപരിവാർ പ്രസ്ഥാനത്തെ കുറുമണ്ടൽ പ്രദേശത്ത് നിന്ന് തകർക്കണം. ഇതാണ് അവരുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം ഇവിടെ നടക്കത്തില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനെതിരെ